ChatGPT, Gemini ഒക്കെ നിങ്ങൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇനി ഇന്റർനെറ്റ് ഇല്ലാതെയും ഈ AI ടൂൾസിന് സബ്സ്ക്രിപ്ഷൻ പേ ചെയ്യാതെയും AI ടൂൾസ് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഗൂഗിൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് ജെമ്മ 4. ജെമ്മ 4 എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ചാറ്റ് ചെയ്യണ AI മോഡൽ അല്ല. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇമേജ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഈ AI മോഡൽ ഓഡിയോ പ്രോസസ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ജെമ്മ 4 എന്നും, അത് മാത്രമല്ല ഈ ജെമ്മ 4 ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് AI മോഡൽസ് എന്താണെന്നും LLM എന്താണെന്നും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റർ, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ജെമ്മ 4 എങ്ങനെ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും പറഞ്ഞു തരാം. പിന്നെ AI മോഡലിന് കിട്ടിയ കുറച്ച് ബെഞ്ച് മാർക്ക് സ്കോറും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരുപാട് യൂസ് കേസസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇറ്റ്സ് മീ ജോബിൻ സൽവാനോസ്. വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. അപ്പൊ നമുക്ക് എന്താണ് ജെമ്മ 4 എന്ന് നോക്കാം. പക്ഷെ ജെമ്മ 4 എന്താണെന്ന് അറിയണതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് കുറച്ച് ബേസിക്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ChatGPT ആയാലും ജെമിനി ആയാലും ഇതിനെല്ലാം നമ്മൾ യൂഷ്വലി AI എന്ന വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ AI എന്ന് പറയുമ്പോൾ ഇത് എന്താണ് എക്സാക്ട്ലി? നമ്മൾ ഇതിനോട് ചാറ്റ് ചെയ്യുന്നു, തിരിച്ചത് റെസ്പോൺസ് തരുന്നു. ചില മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് കൊടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്, നമ്മളിൽ പലരും ട്രൈ ചെയ്യുന്നതുമാണ്. ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ വർക്ക് ചെയ്യുന്നത് LLM എന്ന കൺസെപ്റ്റ് ആണ്, ലാർജ് ലാംഗ്വേജ് മോഡൽ. സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻസ് ഇന്നേ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോഡ് ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, വലിയ വലിയ തിയറീസ് ആയിക്കോട്ടെ, ന്യൂസ് ആയിക്കോട്ടെ, ഈ ഹ്യൂമൻ ലാംഗ്വേജിലുള്ള എല്ലാ ഡേറ്റാസും ഒരു AI മോഡലിന് ട്രെയിനിങ് ഡേറ്റ ആയിട്ട് കൊടുത്തിട്ട് അതിനെ കൊണ്ട് അതിന്റെ ഉള്ളിലുള്ള പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യിപ്പിച്ചിട്ട് കുറെ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു, ഇതിന്റെ പാറ്റേൺസ് മനസ്സിലാക്കിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു AI മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചോ, അതാണ് LLM. ഇനി നിങ്ങൾ കുറച്ച് വേർഡ്സ് ഈ AI മോഡലിലോട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചെന്ന് ഹൂ ഇസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ചാൾസ് ബാബേജ് എന്ന റെസ്പോൺസ് വരും. ഇത് ചാൾസ് ബാബേജ് ആരാണെന്നും കമ്പ്യൂട്ടർ എന്താണെന്നും ഈ AI മോഡലിനെ അറിയാവുന്നത് കൊണ്ടല്ല, ഈ നമ്മൾ കൊടുത്ത വേർഡ്സും ഈ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുള്ള വേർഡ്സും തമ്മിലുള്ള പാറ്റേൺ മാച്ച് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് വരുന്നത് കൊണ്ടാണ്. നമുക്ക് തോന്നും AI ചിന്തിക്കുന്നുണ്ട്, നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഔട്ട്പുട്ട് വരുന്ന AI മോഡൽസിനെയാണ് LLM എന്ന് പറയുന്നത്. ജെമിനി ഒരു LLM മോഡലാണ്, ChatGPTക്ക് LLM മോഡലുണ്ട്. പിന്നെ ഈ മോഡൽസിന് മൾട്ടി മോഡലുണ്ട്, ഇമേജ് പ്രോസസ് ചെയ്യാൻ പറ്റും, ഓഡിയോ പ്രോസസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിനെ മൾട്ടി മോഡൽ എന്നും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ജെമ്മയും ഒരു LLM മോഡൽ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ സോഴ്സ് മോഡലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, ക്ലോഡ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ക്ലോസ്ഡ് സോഴ്സ് ആണ്. ഇതൊരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡേറ്റ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയത്തില്ല. അതിന്റെ കൺട്രോൾ മൊത്തം ആ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെയിലായിരിക്കും. പക്ഷേ ഒരു ഓപ്പൺ സോഴ്സ് മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കോഡ് കാണാൻ പറ്റും. എങ്ങനെയാണ് ആ ഒരു മോഡലിനെ ഉണ്ടാക്കിയത്, എന്ത് ട്രെയിനിങ് ഡേറ്റയാണ് കൊടുത്തത്, ഇതുപോലെ പല ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതിന് പുറത്ത് ആ AI മോഡൽ എടുത്തു വെച്ച് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബിസിനസ് യൂസ് കേസിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പാക്കേജ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ആക്കി നമുക്ക് വേണമെങ്കിൽ വിൽക്കുക പോലും ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ChatGPT, ജെമിനി, ക്ലോഡ് ഇതെല്ലാം റൺ ചെയ്യുന്നത് കോടികൾ വിലയുള്ള സെർവറിലായിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ജസ്റ്റ് ഒരു ഡിസ്പ്ലേ പോലെയാണ്. ജസ്റ്റ് ഈ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനും ഔട്ട്പുട്ട് കാണിക്കാനും വേണ്ടി മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ആയി അവരെ സെർവറിൽ റൺ ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലത്തെ മോഡൽസ് പലയിടത്തും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഹെൽത്ത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നതായിക്കോട്ടെ, അതൊക്കെ കുറച്ച് റിസ്കിയർ ആയിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഈ ഓപ്പൺ സോഴ്സ് മോഡലിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ പല ഓപ്പൺ സോഴ്സ് മോഡൽ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് നല്ല ഇന്റലിജൻസ് ഉള്ള മോഡൽസ് ഒക്കെ അത്യാവശ്യം വലുതാണ്, നമ്മുടെ സിസ്റ്റത്തിലും മൊബൈലിലും ഒന്നും റൺ ചെയ്യാൻ പാടാണ്. പക്ഷെ ഈവൻ ചെറിയ മോഡൽസും ഉണ്ട് നമുക്ക് ഇങ്ങനെ റൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഗൂഗിളിന്റെ മോഡൽ കുറച്ച് പ്രോമിസിംഗ് ആണ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജെമ്മ 4 എന്ന് തന്നെ ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് റിസൾട്ടിൽ ജെമ്മയെ കുറിച്ച് എഴുതിയിട്ടുള്ള പേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ജെമ്മ 4 ക്രിയേറ്റ് ചെയ്തത് ജെമിനി 3ക്ക് വേണ്ടിയുള്ള റിസർച്ചും ടെക്നോളജി യൂസ് ചെയ്ത് മാക്സിമം ഇന്റലിജൻസ് പെർ പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഓരോ AI മോഡലിനും പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ജെമ്മയുടെ ഈ മോഡൽ തന്നെ ഇവർ 4 തരത്തിലുള്ള മോഡൽസ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പേജ് ഒന്ന് കുറച്ച് സ്ക്രോൾ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവർക്ക് 31 ബില്യൺ, ഈ ബി എന്നുള്ളത് ബില്യൺ എന്നാണ്, പാരാമീറ്റേഴ്സ് ബില്യണിലാണ് കൂട്ടുന്നത്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് y = ax + b എന്ന് പറയുമ്പോൾ അതിൽ 2
പാരാമീറ്റേഴ്സ് ആണുള്ളത്. അതുപോലെ പല ഇക്വേഷൻസ് ആണ് ഈ മോഡലിൽ ബേസിക്കലി റൺ ചെയ്യുന്നത്. അതായത് ഇതിൽ 31 ബില്യൺ പാരാമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ഈ മോഡൽ പറയുന്നത്. ഇതിലാണെങ്കിൽ 26 ബില്യൺ, ഇതിലാണെന്നുണ്ടെങ്കിൽ 4 ബില്യൺ, ഇതിൽ 2 ബില്യൺ, അങ്ങനെയാണ് ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് കൂടുന്ന അനുസരിച്ച് ഇന്റലിജൻസ് കൂടും, പാരാമീറ്റേഴ്സ് കുറയണ അനുസരിച്ച് ഇന്റലിജൻസ് കുറയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ജെമ്മ 4 ഇറങ്ങിയപ്പോൾ ഈവൻ അവരുടെ ചെറിയ പാരാമീറ്റേഴ്സ് ഉള്ള മോഡൽ പോലും അത്യാവശ്യം നല്ല ഇന്റലിജൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് യൂസ് കേസസ് ഇവരുടെ ലാൻഡിംഗ് പേജിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ഡിവൈസസ് ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു കൃഷി ചെയ്യുന്നിടത്തൊക്കെ ഒരു പ്രോസസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യണം എന്ന് വെച്ചോ, IoT ഡിവൈസസ് യൂസ് ചെയ്തിട്ട്. IoT ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാ പറയാറ്. ചെറിയ ചെറിയ ഡിവൈസസ് കൊണ്ട് വെച്ചിട്ട് അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ കൊടുക്കുന്നതാണ്. ബട്ട് നമുക്ക് ഇന്റർനെറ്റ് കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഒന്ന് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോഡലൊക്കെ അവിടെ റൺ ചെയ്ത് വെച്ചാൽ മതി. ഇത് പവർഫുള്ളും ആണ്, ഇന്റലിജന്റും ആണ്. അത് മാത്രമല്ല, നമുക്ക് കോഡിംഗ് അസിസ്റ്റൻസ് ചെയ്യാനും ഏജന്റിക് വർക്ക് ഫ്ലോസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്ക് സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനും ഡെവലപ്പേഴ്സിനും ലോക്കലി തന്നെ നമുക്കൊരു ഇനേബിൾ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും. നമുക്ക് വർണബിൾ ആയിട്ടുള്ള കാര്യം എന്തുവേണമെങ്കിലും പറയാം, ഹെൽത്തിന്റെ കാര്യങ്ങൾ പറയാം, ഒന്നും നമ്മുടെ കമ്പ്യൂട്ടർ വിട്ട് പുറത്തു പോകുന്നില്ല. ഇനി നമുക്ക് ജെമ്മ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് അതിനുവേണ്ടി പല മെത്തേഡ്സ് ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ഹഗ്ഗിംഗ് ഫേസ്, ഒലാമ, കാഗിൾ, LM സ്റ്റുഡിയോ. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് LM സ്റ്റുഡിയോ ആണ്. അതാണ് ഈസിയസ്റ്റ് വേ. നമുക്ക് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം, LM സ്റ്റുഡിയോയിലോട്ട് പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് LM സ്റ്റുഡിയോ ഒന്ന് ഗൂഗിൾ ചെയ്താലും മതി. നമുക്ക് ഇതിന്റെ ഒരു ലാൻഡിംഗ് പേജിൽ പോകും, അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്താലും മതി. എന്തുകൊണ്ട് LM സ്റ്റുഡിയോ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രോപ്പർ ഇന്റർഫേസ് കിട്ടും. അതിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ് ഡൗൺലോഡ് ചെയ്യാനും അതിന്റെ ഡിഫറൻസ് നോക്കാനും ചാറ്റ് ചെയ്യാനും ബാക്കി ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷൻ, ഒലാമ നല്ലൊരു ഓപ്ഷനാണ്, പക്ഷേ അത് CLA യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. CLA എന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറയും. നമ്മൾ ഈ ടെർമിനലൊക്കെ ഇല്ലേ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന, ടെർമിനൽ യൂസ് ചെയ്താണ്. പക്ഷേ അതിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് LM സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഹോം പേജിൽ വരുമ്പോൾ തന്നെ ഡൗൺലോഡ് ഫോർ മാക് എന്ന് എനിക്ക് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ഫയൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ഇപ്പോൾ വിൻഡോസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ള ബട്ടൺ ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ജെമ്മ 4ന്റെ ഓരോ മോഡൽസ് തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡീപ് മൈൻഡിന്റെ ഈ ഒരു പേജ് എടുത്തില്ലേ, ഗൂഗിൾ ചെയ്ത് ഫസ്റ്റ് കിട്ടിയ റെസ്പോൺസ്, ഇവിടെ നിന്ന് നമ്മളൊരു ലിങ്ക് ഓപ്പൺ ചെയ്യാനുണ്ട് LM സ്റ്റുഡിയോ. അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഓപ്പൺ ചെയ്ത ഈ ഒരു പേജ് വരും. ഈ പേജിൽ ജസ്റ്റ് ഇതാണ്ടേ ഓരോ മോഡൽസ് കാണാൻ പറ്റും, അതിന് എത്ര ഫയൽ സൈസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. താഴോട്ട് പോയ അതിന്റെ ഡിഫറൻസും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ LM സ്റ്റുഡിയോയുടെ ഇൻസ്റ്റലേഷൻ ഫയൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുന്നു. എൻ്റെ മാക് ആയതുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു, അത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നിങ്ങളുടേത് ഇപ്പോൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് ആ ഒരു EXE ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചടിച്ച് വിട്ടാൽ മതി. ലാസ്റ്റ് ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ആവും. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ഇൻസ്റ്റാളർ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം കമാൻഡ് സ്പേസ് ടൈപ്പ് ചെയ്തിട്ട് LM സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് സെർച്ച് ആണ്. LM സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതിൻ്റെ ആക്സസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, LM സ്റ്റുഡിയോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് LM സ്റ്റുഡിയോയുടെ ഇന്റർഫേസ്. നമുക്ക് ഇവിടെ പുതിയ ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ജെമ്മ 4ന്റെ മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും മോഡൽ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ജെമ്മ 4, അതുപോലെ തന്നെ NVIDIAയുടെ ഒരു മോഡൽ, Qwen 3.5 എന്ന് പറഞ്ഞൊരു മോഡൽ, ഇതുപോലെ മിസ്ട്രലിന്റെ മോഡൽ, ഇങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഏത് മോഡൽസ് എടുത്തുവാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ജെമ്മ 4 ആണ്. ജെമ്മ 4ന് ഇപ്പോൾ 4 ബില്യൺ പാരാമീറ്ററിന്റെ ഇതും ഉണ്ട്, അതുപോലെ തന്നെ 2 ബില്യൺ പാരാമീറ്ററിൻ്റെതും ഉണ്ട്. ഞാൻ എന്തായാലും 4 ബില്യൺ പാരാമീറ്ററിൻ്റെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ സിസ്റ്റം സ്പെക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പെർഫോമൻസ്. എനിക്ക് ചിലപ്പോൾ ഒരു 4 സെക്കൻഡ് എടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് സ്പെക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ബട്ട് സ്പെക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വിക്കായിട്ട് കിട്ടും. എൻ്റെ സ്പെക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് 16 GB മെമ്മറി ഉണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും പെർഫോമൻസ്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പം ഞാൻ ഇതെന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ട് ബാക്കി കാണിച്ചു തരാം. A few moments later. നമുക്കിപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താഴെ തന്നെ കാണാം ഡൗൺലോഡ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് യൂസ് ഇൻ ചാറ്റ് ഒന്നീ വെക്കാം. ഞാൻ ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നില്ല, വേണമെങ്കിൽ അത് യൂസ് ചെയ്യാനേ ഉള്ളൂ. ബട്ട് അതിന് വരെ ഇവിടെ ചാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ന്യൂ ചാറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പിക്ക് എ മോഡൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ജെമ്മ 4 E4B എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഇതിൽ കോണ്ടസ്റ്റ് ലെങ്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാനേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഓരോന്നും സെർച്ച് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ കോണ്ടസ്റ്റ് ലെങ്ത് ഞാൻ എന്തായാലും ഒന്ന് കുറച്ച് കൂട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ലോഡ് മോഡൽ കൊടുക്കുന്നു. മോഡൽ നമുക്കിവിടെ ലോഡാവുന്നത് കാണാൻ പറ്റും. ഓക്കെ, മോഡൽ ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു PRD ക്രിയേറ്റ് ചെയ്യാൻ പറയാം. PRD എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ് ഡോക്യുമെൻ്റ് എന്നാണ്. അതായത് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ക്രിയേറ്റ് എ PRD ഫോർ ഡെവലപ്പേഴ്സിന് ഒന്ന് ഒന്ന് ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഒരു PRD ക്രിയേറ്റ് ചെയ്യാൻ പറയണുണ്ട്. ഇതിവിടെ തിങ്കിങ് ചെയ്യണത് കാണാം. നമുക്ക് നോർമൽ ഒരു AI മോഡൽ എങ്ങനെ നമുക്ക് ജെമിനിയും ChatGPT ഒക്കെ തിങ്ക് ചെയ്യും, അതുപോലെ തന്നെ ഇതും ഇവിടെ തിങ്കിങ് ചെയ്യുന്നുണ്ട്. തിങ്കിങ് ചെയ്തതാണ്ടേ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഒരു PRD ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. പെർഫെക്റ്റ് അല്ലേ? എന്ത് അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു തരുന്നത്. ഇതേ ഒരു പ്രോംപ്റ്റ് തന്നെ ഞാൻ കോപ്പി ചെയ്ത് ChatGPTക്കും ജെമിനിക്കും ഒന്ന് കൊടുത്തു നോക്കാം. ChatGPTക്ക് കൊടുത്തു, ഇനി ജെമിനി ഓപ്പൺ ചെയ്തു, ജെമിനിക്കും കൊടുത്തു. ഇതിൽ രണ്ടും തിങ്കിങ് മോഡൽ ഓപ്പൺ ആണ്. കണ്ടില്ലേ? ChatGPT ഒക്കെ തരുന്നത് പോലെ അതേപോലെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് തന്നെയാണ് നമുക്കും കിട്ടുന്നത്. ഇന്റലിജൻസ് ലെവൽ ചിലപ്പോൾ എൻ്റെ നല്ല രീതിയിലായിരിക്കും ഡിഫറൻസ്. കാരണം ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. ChatGPT, ക്ലോഡ്, ജെമിനി ടോട്ടൽ പാരാമീറ്റേഴ്സ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഏകദേശം വരുന്ന ഒരു കണക്ക് ലീക്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അവർ പബ്ലിക്കലി പുറത്തു വിട്ടിട്ടില്ല. ബട്ട് എന്നാലും ChatGPTക്ക് 1 to 2 ട്രില്യൺ പാരാമീറ്റേഴ്സ് കാണും. ക്ലോഡിനാണെന്നുണ്ടെങ്കിൽ അതും ടോപ്പ് ടയർ ആണെന്ന് പറയുന്നുണ്ട്. അതും പുറത്ത് വന്നിട്ടില്ല. ബട്ട് ജെമിനിക്ക് 10 ട്രില്യൺ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പം നമുക്കിത് കറക്റ്റ് അത് പുറത്ത് വന്നിട്ടുള്ള കാര്യമല്ല. ബട്ട് എന്നാലും ഒരു ഏകദേശം ഈ ഒരു റേഞ്ച് ആണ്. അപ്പോൾ ഇന്റലിജൻസ് രണ്ടും വെച്ച് അങ്ങനെ കമ്പയർ ചെയ്യരുത്. ബട്ട് എന്നാലും നമുക്കിവിടെ LM സ്റ്റുഡിയോ വെച്ച് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇന്റലിജന്റ് ആയിട്ട് നല്ല തിങ്ക് ചെയ്തിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു കോഡ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡ് മുകളിൽ പുതിയ ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ ക്രിയേറ്റ് എ ഡെവലപ്പർ പോർട്ട്ഫോളിയോ ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ ഔട്ട്പുട്ട് കിട്ടണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയും തിങ്കിങ് കാര്യങ്ങൾ നടക്കണുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് എസ്തെറ്റിക്സ് കൊണ്ടുവരണം എന്നുള്ള കാര്യമൊക്കെ അവിടെ തിങ്കിങ് നടക്കണുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് HTML കോഡ് അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്നെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, എനിക്ക് വേണ്ടി അല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ജസ്റ്റ് സാമ്പിൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണതാണ്. ഇതിൽ എൻ്റെ പേരും എൻ്റെ എക്സ്പീരിയൻസും ബാക്ക്ഗ്രൗണ്ട് പ്രൊജക്ട്സ് ഇതെല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് എന്നാലും റിസൾട്ട് വരുന്നത് ഒന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത് കോഡിൻ്റെ ബ്ലോക്സ് ആയിട്ടാണ്, അല്ലാതെ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഇതെടുത്ത് ഏജന്റ് വർക്ക് ഫ്ലോയ്സിലോട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിന് ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്സസ് കിട്ടുള്ളൂ. ബട്ട് ഇവിടെ നമുക്ക് ഫയൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അല്ലെങ്കിൽ VS കോഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫയൽസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഒരു പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ടെസ്റ്റ് ജെമ്മ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇവിടെ ഞാൻ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. portfolio.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. HTML കോഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ CSS കോഡ് കാണാൻ പറ്റുന്നുണ്ട്. CSS ഞാൻ കോപ്പി ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു. style.css ഇതും ഞാൻ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ portfolio.html ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഒരു പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പോയി HTML ഫയൽ ഓപ്പൺ ചെയ്താലും മതി. ഇവിടെ ലെഫ്റ്റ് സൈഡ് എക്സ്റ്റൻഷൻസിൻ്റെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്യുന്നു. ലൈവ് സെർവർ ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഞാൻ തിരിച്ച് ഫയൽ എക്സ്പ്ലോററിലോട്ട് വന്നു. portfolio.html ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ, നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ജെമ്മ ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. നമുക്ക് ഇതുപോലെ എന്തും ക്രിയേറ്റ് ചെയ്യാം, കോഡ് ക്രിയേറ്റ് ചെയ്യാം, പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമുക്കിതിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഹാർട്ടിൻ്റെ ഒരു ഇമേജ് ഫോർ ബയോളജി സ്റ്റുഡൻ്റ് എന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ ഇത് ഫോട്ടോ എടുത്തതായിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്തതായിക്കോട്ടെ. ഇപ്പം ഞാൻ ഇത് സേവ് ചെയ്യുന്നുണ്ട്. ഇമേജ് ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒരു പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്തു. ഇതുവരെ എൻ്റെ കയ്യിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നേ, ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനും AI മോഡൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ. ഇപ്പം ഞാൻ ഇൻ്റർനെറ്റ് കണക്ഷൻ വൈഫൈ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു ഇമേജ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തു. എക്സ്പ്ലെയിൻ ദിസ് ഇമേജ്. I am a 8th standard student. I have
എക്സാം ടുമോറോ. എനിക്ക് എക്സാമിന് വേണ്ടിയുള്ള ഇത് പഠിപ്പിച്ച് തരണം. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കണേന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ഇമേജ് ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്തതായിക്കോട്ടെ. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. എന്തും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പല യൂസ് കേസസ് നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നമുക്കിവിടെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്. റെഡ് ബ്ലഡ് എന്താണ്, അതുപോലെ തന്നെ ഇത് ഫുള്ള് നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സാമിന് മുമ്പ് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെയാണ് ഈ റെസ്പോൺസ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് മൊബൈലിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. എഡ്ജ് ഗാലറി എന്ന് പറഞ്ഞൊരു ആപ്പ് ഗൂഗിളിൻ്റെതുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യണം. ഇത് ആപ്പ് സ്റ്റോറിലും ഉണ്ട്, പ്ലേ സ്റ്റോറിലും ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. ആസ്ക് ഇമേജ്, ഓഡിയോ സ്ക്രൈബ്, ചാറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ചാറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 5 മോഡലുണ്ട്. ഈ മോഡൽസ് എല്ലാം ജസ്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആസ്ക് ഇമേജിൻ്റെ അകത്ത് 4 മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ചാറ്റ് തന്നെ ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ മോഡൽ ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ബില്യൺ പാരാമീറ്ററിൻ്റെയാണ്. അടുത്ത് ഇനി 4 ബില്യൺ പാരാമീറ്ററിൻ്റെ താഴെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ മോഡൽസ് ഒന്നും ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ആയിക്കോളും. എനിക്കിപ്പോൾ 2 ബില്യൺ പാരാമീറ്റർ ആൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ട്രൈ ടു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഈ മോഡൽ ഡൗൺലോഡ് ചെയ്യാൻ മാത്രം ഇൻ്റർനെറ്റ് മതി. ഇപ്പം ഞാൻ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, വൈഫൈ കട്ടാണ്. ഇനി ജസ്റ്റ് വാട്ട് ഈസ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ഓണം ഇൻ കേരള എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ റെസ്പോൺസ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഓണം കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യണതെന്ന്. ഇത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടിയ ഡേറ്റയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് നോളജ് ആ മോഡലിലുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് കൊടുക്കുന്നുണ്ട്. അതും വിത്തിൻ സെക്കൻഡാണ് കേട്ടോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഇത്ര പെട്ടെന്ന് കിട്ടണമെന്ന് ഉറപ്പില്ല. അതും ഇത്രയും ഡേറ്റ പ്രിസൈസ് ആയിട്ട്. ഞാൻ ജസ്റ്റ് റെസ്പോൺസ് സ്റ്റോപ്പ് ചെയ്തു, ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ജസ്റ്റ് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രൈ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ബട്ട് ഇവിടെ ക്യാമറ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ എൻ്റെ ലാപ്ടോപ്പിലൊരു കോഡുണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുത്തു, യൂസ് ഫോട്ടോ. അതിനുശേഷം ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് കോഡ്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതിപ്പോൾ കോഡ് മാത്രമല്ല, ലാംഗ്വേജസ് 140 സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏത് ലാംഗ്വേജിലായിക്കോട്ടെ, നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ അത് ചെയ്തു തരും. ഇപ്പോൾ കണ്ടില്ലേ, HTML കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കില്ല, ആ കോഡാണ്. ബട്ട് എന്നാൽ ഇതിൽ റൺ ചെയ്യുന്ന മോഡലാണ്. ഇത് തമ്മിൽ ഇതിന് പരസ്പര ബന്ധമില്ല, ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ ഓഡിയോ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ഓഡിയോ സ്ക്രൈബ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ട്രൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഓഡിയോ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെക്കോർഡ് ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈക്ക് മൈക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഹായ്, ഐ ആം ജസ്റ്റ് ടെസ്റ്റിംഗ്, ഈസ് ദിസ് വർക്കിംഗ് ഓർ നോട്ട്. ഓക്കെ, അത് സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് വർക്കിംഗ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ എനിക്ക് ഓഡിയോയിൽ റിപ്ലൈ ചെയ്യാം, ബട്ട് ഞാൻ ഇനി ട്രൈ ഔട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജെമ്മ യൂസ് ചെയ്ത് ഓവറാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ജെമ്മ മാത്രമല്ല ഓപ്പൺ സോഴ്സ് മോഡൽ, ഈ LM സ്റ്റുഡിയോ വെച്ച് മാത്രമല്ല നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. പല വഴിയുണ്ട്. ഒലാമയുണ്ട്. അപ്പോൾ ഒലാമയൊക്കെ നമ്മൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ ഓപ്പൺ സോഴ്സ് മോഡൽ ക്വൻ ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്, ഇതുപോലെ ഒട്ടനവധി മോഡലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാലേ നമുക്കും ഇതുപോലത്തെ പുതിയ ടെക് വീഡിയോസ് ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലത്തെ ടെക് അപ്ഡേറ്റ്സും കരിയർ റിലേറ്റഡ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ജോബിൻ സൽവാനോ സൈനിങ് ഔട്ട്.